ഹലോ ഹായ് അസ്സാം വലൈക്കും നമസ്കാരമുണ്ട്. റാസ് ഗാർഡൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതറിയാലോ, എല്ലാവർക്കും അറിയാമല്ലോ അതെന്താണെന്നുള്ളത്. ഇപ്പോൾ ഒരുവിധ ആളുകൾക്കൊക്കെ അറിയാം. ഇതാണ് ദുരിയാൻ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിരുന്നു, നിങ്ങളെ വീഡിയോയിൽ ദുരിയാൻ്റെതൊന്നും കണ്ടിട്ടില്ല, ദുരിയാനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊക്കെ. ഞാനത് എൻ്റെ വീട്ടിൽ ഇതുവരെ കായ്ച്ചിട്ടില്ല, 6 വർഷമായി തൈ വെച്ചിട്ട്. അപ്പോൾ ദുരിയാനെക്കുറിച്ച് ഇന്നിപ്പോൾ ഞാൻ ഒരു യാത്ര ഉണ്ടായിരുന്നു ഊട്ടിയിലേക്ക്. ഞാൻ മുന്നേ ഒരു വീഡിയോ എഴുതിയിരുന്നു. അപ്പോൾ ഊട്ടിയിൽ നിന്ന് ഇത് കണ്ടപ്പോൾ പിന്നെ സംഭവം എനിക്കറിയാം, പക്ഷെ കാണിക്കാൻ നിങ്ങളെടുത്തില്ല. കാരണം ഞാൻ ദുബായിൽ 10-30 വർഷത്ത് വിറ്റ ഒരാളാണ്. ഇത് ഇടപാടുകൾ നടത്തിയതും കഴിച്ചിട്ടൊക്കെ ശീലമുള്ള ഒരാളാണ്. പക്ഷെ നമുക്കൊരു വീഡിയോ ചെയ്യുമ്പോൾ വെറും അഭിപ്രായം പറയാവുന്നതിലുപരി ആ പഴം ഒന്ന് കിട്ടിയിട്ട് ചെയ്യാന്നുള്ള ആൾക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഊട്ടിയിൽ നിന്ന് സാധനം കിട്ടി. കിലോ ഏകദേശം 500 രൂപ വില ഉണ്ട്. എങ്കിലും ഒരു പഴം വാങ്ങിയിട്ടുണ്ട്, ഒരു ചക്ക വാങ്ങി. അപ്പോൾ അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ 2-3 ദിവസം എടുത്ത് വെച്ച് മറന്നു, സമയം കിട്ടിയില്ല. അപ്പോൾ പിന്നെ സ്മെല്ലടിച്ചപ്പോൾ പിന്നെ അത് ഓവർ റൈപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് മുറിച്ച് നോക്കാം. നല്ല മുള്ളാണ് ഇത്, പിന്നെന്താ ഒരു പ്രത്യേക സ്മെല്ലാണ് അത്. അതിൻ്റെ കാര്യമൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, ഇത് ദുരിയാൻ ചക്ക. അതിൻ്റെ ദുർഗന്ധം, അതിൻ്റെ സ്മെല്ല് വളരെ ദുർഗന്ധമുള്ളതും എന്നാൽ ടേസ്റ്റുള്ളതുമായൊരു ചക്കയാണ്. ആകെ ഇതിനെ അകറ്റി നിർത്തുന്നത് അതിൻ്റെ സ്മെല്ലാണ്. ലോകത്തിൽ ഫിലിപ്പൈൻസ്, തായ്ലൻഡ്, മലേഷ്യ, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലാണ് വ്യാപകമായിട്ട് കൃഷി ചെയ്തു വരുന്നത്, വ്യാവസായികമായിട്ട് കൃഷി ചെയ്യുന്നത്. ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്ന ചെറിയ മരത്തിന്മേൽ തന്നെ കായ്ച്ചു നിൽക്കുന്ന ചക്കകളുണ്ട്. ഇതിലൊരുപാട് വെറൈറ്റികളുണ്ട്. അതിദുർഗന്ധമുള്ള വെറൈറ്റി ഉണ്ട്, നല്ല പുതിയ പുതിയ വെറൈറ്റികളാണെങ്കിൽ സ്മെല്ല് കുറവുള്ളതുണ്ട്. ആ ഒരു വെറൈറ്റിയിൽ പെട്ടതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്നത്. ഞാൻ ഏകദേശം ഒരു 10-30 വർഷം ഇത് അതിൻ്റെ കച്ചവടം നടത്തിയ ഒരാളായതുകൊണ്ട് പറയാം. ഗൾഫിലൊക്കെ വരുന്നത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, അത്രയും വൃത്തികെട്ട ഒരു സ്മെല്ലാണ്. പക്ഷേ അത് പൊളിച്ച് അതിൻ്റെ ചക്ക എടുത്തു കഴിഞ്ഞാൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റുള്ള ചക്കയാണ്. പിന്നെ ഒരു സാധാരണക്കാർക്ക് അങ്ങനെ അത്ര കണ്ട് പെടൂല. അപ്പോൾ ഇതിൻ്റെ നടൽ രീതിയാണ് ഇതിൻ്റെ പ്രധാന ഘടകം. അത് റെഫറൻസിന് വേണ്ടിയിട്ടൊരു വീഡിയോ എടുത്താണ്. വലിയ കുഴിയെടുത്തിട്ട് അതിൽ കമ്പോസ്റ്റ് നിറക്കുക. അത് കമ്പോസ്റ്റ് മീൻസ് നമുക്ക് എന്തൊക്കെയോ വളങ്ങൾ കിട്ടുമോ, ചകിരിച്ചോറ് വളങ്ങൾ മറ്റുള്ളതൊക്കെ നിറച്ചിട്ട് വേണം ഇത് നടാൻ. കാരണം ഇതിൻ്റെ വേര് പെട്ടെന്ന് പോകില്ല. നമ്മളത് ഉറപ്പുള്ള മണ്ണിൽ വെക്കുകയാണെങ്കിൽ വളരെ സ്ലോ ആണ് ഇതിൻ്റെ വളർച്ച. അപ്പോൾ എനിക്കൊക്കെ ആദ്യം പറ്റിയൊരു അബദ്ധമാണത്. അപ്പോൾ ഞാൻ രണ്ടാമത് പുതിയ തൈകൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ കുഴികൾ എടുത്തിട്ട് അതിൽ അവർ ഗോതമ്പിൻ്റെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇടുന്നത്. അപ്പോൾ ചാണകം, അതേപോലെ മറ്റുള്ള നമുക്ക് ആട്ടും എന്തൊക്കെ ഇട്ടോ അതൊക്കെ ഇട്ടിട്ട് വലിയ കുഴി എടുത്തിട്ട് അത് മൂടുക. ഫുള്ള് മൂടി ഒരു നനച്ചിട്ട് ഒരു 2-3 ദിവസം ഇട്ടതിന് ശേഷം ഏകദേശമൊക്കെ ഒരാഴ്ച അങ്ങനെ തന്നെ വെക്കണം. നനച്ച് കൊടുത്തിട്ട് നനച്ച് കൊടുത്ത് അങ്ങനെ ഇട്ടതിൻ്റെ ശേഷമാണ് അതിൽ നമ്മൾ തൈ വെക്കേണ്ടത്. തൈ വെക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഗ്രാഫ്റ്റ് തൈ വെക്കാൻ ശ്രമിക്കുക. കാരണം സീഡ്ലിങ് വെച്ചാൽ അത് 10 വർഷം 12 വർഷമൊക്കെ ടൈം എടുക്കും. ഗ്രാഫ്റ്റ് തൈ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 വർഷം കൊണ്ട് നമുക്ക് ഇപ്പോൾ പുതിയ തൈകൾ, മുന്നേ എല്ലാം സീഡായിരുന്നു, ഇപ്പോൾ നമുക്കതിൻ്റെ ഗ്രാഫ്റ്റ് തൈകൾ. അപ്പോൾ അതിൽ ചെറിയൊരു കുഴി എടുത്തിട്ട് നമ്മൾ തൂർത്ത് വെച്ച കുഴി, വളമൊക്കെ ഇട്ടിട്ട് തൂർത്ത് വെച്ചതിൽ വേണം നമ്മൾ പിന്നെ കവറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട്, തൈയുടെ വലിപ്പമൊക്കെ അനുസരിച്ചിട്ട് കുഴി എടുത്തിട്ട് വെക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത്, എത്രയും മണ്ണ് അത് സോഫ്റ്റ് ആക്കാൻ പറ്റുമോ അത്രയും നമ്മൾ ധാരാളം വളം കൊടുത്തിട്ട് ചാണകമൊക്കെ ഇട്ട് ഫില്ല് ചെയ്ത ഒരു സ്ഥലത്തായിരിക്കണം ഇത് വെക്കേണ്ടത്. എന്നാലേ നമുക്ക് ഇതിൻ്റെ വളർച്ച കിട്ടുള്ളൂ. പലർക്കും അനുഭവമുള്ളതാണ്, അത് വളരുന്നില്ല, അങ്ങനെ നിൽക്കുകയാണെന്നുള്ളത്. എനിക്കും ഈ അനുഭവം വന്നതാണ്. അപ്പോൾ തൈ നടുന്നവർ ഈ ഒരു രൂപത്തിൽ നടുക. ഞാനത് ഒരു റെഫറൻസിന് വേണ്ടിയിട്ട് എടുത്ത വീഡിയോ ആണ്. കാരണം ഞാനത് എൻ്റേത് വെക്കുന്ന സമയത്ത് വീഡിയോ എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മളെ കാലാവസ്ഥയിലും ട്രോപ്പിക്കലായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു ഫ്രൂട്ട് തന്നെയാണ്. പക്ഷേ വിപണിയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന, നമ്മുടെ ചക്കക്ക് കിലോക്ക് പിന്നെ 100 രൂപ അല്ലെങ്കിൽ 50 രൂപ ഒക്കെ കിട്ടുമ്പോൾ ഇതിന് 350-400 എങ്ങനെ ആയാലും നമുക്ക് കിട്ടുന്ന. അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യലായിട്ടൊക്കെ കൃഷി ചെയ്യുകയാണെങ്കിൽ
ഞാൻ പറയാ നമ്മളെ സാധാ ചക്ക വെക്കുന്നതിനെക്കാട്ടും നല്ലത് ഇതേപോലെയുള്ള ഇനിയൊക്കെ നമ്മൾ വിദേശ പഴങ്ങളെ ആഗ്രഹിക്കുന്നവർ ഒരു ആളുകളായി മാറിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും ഔഷധ മൂല്യങ്ങളൊക്കെ ഇപ്പോൾ യൂറോപ്പിൽ നിന്നൊക്കെ യൂറോപ്പ് അമേരിക്ക എന്നൊക്കെ ഇത് ഈ പഴം കഴിക്കാൻ മാത്രമായിട്ട് തായ്ലൻഡിൽ വരുന്ന. അപ്പോൾ എൻ്റെ മകൾ ഇപ്പോൾ അവിടെ തായ്ലൻഡിൽ പോയിരുന്നു. അപ്പോൾ അവൾ അവിടെ നിന്ന് എടുത്തു വന്ന കുറച്ച് ഫോട്ടോ വീഡിയോസൊക്കെ ഞാൻ കാണിക്കാം നിങ്ങളെ. അപ്പോൾ ഈ ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ളത് കൂടുതലും എബവ് 50-കാരാണ് അത് കഴിക്കാൻ വരുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ എന്തായിരിക്കും എന്നുള്ളത്. അപ്പോൾ സക്സസിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുന്ന ഒരു ഫ്രൂട്ടാണിത്. ഇത് സംഭവം കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. കാരണം ഞാൻ വാങ്ങി വെച്ച് മറന്നുപോയി. അപാര സ്മെല്ലടിച്ചപ്പോഴാണ് നോക്കിയത്. അപ്പോഴേക്കത് കയ്യിൽ നിന്ന് പിടുത്തം വിട്ടിട്ടുണ്ട്. ശരിക്കും ഇതിങ്ങനെ പൊട്ടി വരും. ഇത് പൊട്ടിയിട്ടില്ല. എന്താ സംഭവം എന്നുള്ളത് അറിയില്ല. സംഭവം അത് നമ്മളെ പറ്റിച്ചതാണ്. അത് മൂത്തിട്ടില്ല, ഇളയ ചക്കയാണ്. അതാണ് അത്. മൂത്താണെങ്കിൽ അതിൻ്റെ ബാക്ക് ഭാഗം പൊട്ടി വിടരേണ്ടതാണ്. ഇതിങ്ങനെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒരു പൊട്ടലുണ്ടാവും ഇതിന്. അത് പൊട്ടി വന്നാലാണ് നമുക്കത് എന്തായാലും നമ്മൾ പൊളിച്ച് കണ്ട അതിൻ്റെ ഉൾഭാഗം പകുതി കേട് വന്നിട്ടാണ്. ഇളയ ചക്കയാണ്, ചെറിയ ചുളയാണ്. അപ്പോൾ ഇതാണ് സംഭവം. നമുക്ക് അവർ മൂക്കുന്നതിന് മുന്നേ പൊട്ടിച്ചിട്ട് ദുരിയാണ്. ശരിക്കും ഇത് ഇങ്ങനെയല്ല. അത് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അറകൾ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഇതിൻ്റെ കുരുകൾ മുറിഞ്ഞ് ഇതിപ്പോൾ നമ്മൾ ചക്ക മുറിക്കുന്ന പോലെ ആയി. ഓക്കെ, എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ. മധുരമൊക്കെ ഉണ്ട്. ഇപ്പം ഇതിൻ്റെ വിത്തിന് കുരു എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഇത് മുറിഞ്ഞിട്ടുള്ളത്. ശരിക്കും ഇത് പൊട്ടി വരും. ഇങ്ങനെ ഇതിൻ്റെ ഇടയിൽ നിന്ന് ഇത് പൊട്ടി വന്നു കഴിഞ്ഞാൽ ആ കുരു ചുട അതിൻ്റെ ഉള്ളിലാണ് രൂപത്തിലാണ് വരിക. സംഭവം അത് കുറച്ച് കേട് വന്നിട്ടുണ്ട്. അതായിരിക്കും അത് പൊട്ടി വരാത്തത്. പിന്നെ കുറച്ച് മൂപ്പ് കുറവുണ്ട്. ഇങ്ങനെയാണ് കിട്ടേണ്ടത്. ഇതിൻ്റെ ചുള ശരിക്കും എങ്ങനെയാണ് ഇത് കിട്ടുക. അപ്പോൾ എല്ലാവരും ഓരോ പീസ് എടുത്ത് കഴിച്ചോക്കണേ. ഇടിച്ചോ. സംഭവം അടിപൊളി കേട്ടോ. പക്ഷെ അത് ചെറിയൊരു ചിലവർക്ക് അതിൻ്റെ ഒരു സ്മെല്ല് പറ്റാത്തൊരവസ്ഥ വരും. സംഭവം കുഴപ്പമൊന്നുമില്ല. നല്ല മധുരമുണ്ട്. ഇപ്പോൾ ഒരു വീട്ടിൽ നമുക്ക് ധൈര്യമായിട്ട് വാങ്ങി വെക്കാവുന്ന ചക്ക തന്നെയാണ് ദുരിയാൻ. ഇപ്പോൾ കുറച്ച് കാലതാമസം എടുത്താലും എല്ലാവരും തൈകൾ വാങ്ങി വെക്കുക. ഇത് എൻ്റെ ഒരു ഫ്രണ്ട് വാങ്ങിക്കൊണ്ടെന്നാണ്. അതിൻ്റെ ബാക്ക് ഭാഗം കണ്ടില്ലേ, അതിൻ്റെ എതള് എവിടെ മുറിക്കണ്ടി എന്നുള്ളൊരു അടയാളങ്ങൾ കാണാം. അതാണ് ഈ ചക്ക മൂത്താലുള്ള ഒരു അടയാളം. അത് മൂത്ത് കഴിഞ്ഞാൽ ഇനി അവിടെ നിന്ന് ശരിക്കും കട്ട് ചെയ്ത് ഇതും മൂപ്പ് കുറച്ച് കുറവുണ്ട്. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് അതിൻ്റെ എതളുകളായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് വരും. അപ്പോൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് നമ്മൾ കത്തി വെച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇങ്ങോട്ട് വിടർന്ന് കിട്ടും. ഇതിപ്പോൾ ഇതും മൂത്തിട്ടില്ല എങ്കിലും നമുക്ക് അവൻ്റെ റിവ്യൂ ഒന്ന് നമുക്ക് കേൾക്കാം. ഓക്കെ. മുറിച്ചിട്ടുണ്ട്. ചുള
സൂപ്പറാട്ടാ. സൂപ്പർ ടേസ്റ്റ്. ഇത് ഊട്ടി മാർക്കറ്റിൽ കണ്ട വിണ്ട് കീറി ഇരിക്കുന്ന ചക്ക. പക്ഷെ ഞാൻ വാങ്ങിയത് വേറെ സ്ഥലത്തു നിന്നാണ്. അപ്പോൾ ഇത് വേറൊരു കടയിൽ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് ഇതിൻ്റെ. പിന്നെ ഇത് ഗൾഫിലുള്ള വെച്ച് നോക്കുമ്പോൾ, ദുബായിലൊക്കെ വരുന്ന ചക്കനെ വെച്ച് നോക്കുമ്പോൾ ഇത് തീരെ സ്മെല്ലില്ല. ഇതിൻ്റെ ഏതോ പുതിയ വെറൈറ്റി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതാണ് നമ്മളെ ക്യാമറാമാൻ കേട്ടോ. അതിൽ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഫോട്ടോ അവൻ്റെ കിട്ടിയത്. ഒരു വീഡിയോക്കും നിന്ന് തരാത്തൊരു മനുഷ്യനാണ്. അപ്പോൾ ക്യാമറാമാനെ കാണണം എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകൾ ചോദിച്ചിരുന്നു. മാംഗോസ്റ്റിനാണിത്. ഇപ്പോൾ ഊട്ടിയിൽ ഞങ്ങളിങ്ങനെ വെജിറ്റബിൾ തോട്ടത്തിൽ പോയി വരുമ്പോൾ ഇങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. ഇതിങ്ങനെ പഴുത്ത് കഴിഞ്ഞാൽ താഴെ വീഴാനുള്ളൊരു സാധ്യത ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ തോട്ടത്തിലുള്ളവരിങ്ങനെ കെട്ടി വെക്കാറാണ് പതിവ്. അത് കയറായിട്ട് കെട്ടിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ താഴെ വീണ് പോവും. അപ്പോൾ അതിൻ്റെ ഇത് മൂത്ത ചക്കൻ്റെ അടയാളം കണ്ടില്ലേ, ഇങ്ങനെ ഗ്യാപ്പിൽ എത്ര അറകളുണ്ടോ അത്രയും ഗ്യാപ്പുകൾ വരും. മൂക്കാത്ത ചക്കക്ക് അത് വരില്ല. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ അടയാളങ്ങൾ. പിന്നെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്കറിയുന്നത്. പിന്നെ നമ്മളെ സാധാരണ വളങ്ങൾ കൊടുത്ത് വളർത്താവുന്ന ഒരു ചക്കയാണ്. നോർമൽ ഇത് 10 വർഷമൊക്കെ എടുക്കുന്നുണ്ട് ഇത് കായ്ക്കാൻ. ഇപ്പോൾ പുതിയ വെറൈറ്റികൾ 6 വർഷം കൊണ്ടൊക്കെ കായ്ക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്നൊക്കെ ഉള്ള ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ അതിൻ്റെ പുതിയ തൈകൾ കുറച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ പ്ലാന്റേഷനൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ഇത് എൻ്റെ മകള് തായ്ലൻഡിൽ പോയപ്പോൾ ബാങ്കോക്ക് സ്ട്രീറ്റിൽ ദുരിയാൻ്റെ ചക്ക എങ്ങനെ വിൽക്കണമെന്നുള്ളത് ഞാൻ പറഞ്ഞപ്പോൾ അവളൊരെടുത്ത വീഡിയോ ആണ്. ഇത്രയും ഹൈജീനിക്കായിട്ടാണ് അവിടെയൊക്കെ ഈ സാധനങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മളെ നാട്ടിലെ വിൽപ്പാൻ വെച്ചതിപ്പോൾ നമ്മൾ കണ്ടല്ലോ ഊട്ടിയിൽ. അപ്പോൾ ഇത്രയും ഇതാണ് ദുബായിലൊക്കെ വരുന്ന ചക്ക. ആ ചക്കയും ഈ ചക്കയും ഒന്ന് വ്യത്യാസം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. കാരണം ഇത്രയും വലിപ്പമുള്ള ചുളകൾ, അതിൻ്റെ അറകൾ കണ്ടില്ലേ, ഇത്രയും വലിയ ചക്ക. ഇതാണ് നമ്മുടെ മൂക്ക് പൊത്തി നമ്മൾ കഴിക്കണം എന്ന് പറഞ്ഞ ചക്ക. ഈ ചക്ക ദുബായിലൊക്കെ ഫ്ലൈറ്റിൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ഫ്ലൈറ്റുകളിൽ മാത്രമേ അത് കയറ്റുള്ളൂ. കാർഗോ ഫ്ലൈറ്റുകളിൽ, പാസഞ്ചർ ഫ്ലൈറ്റുകളിൽ സാധാരണ ഈ ചക്ക ഒന്നും കയറ്റില്ല. പിന്നെ ഇത് അവിടുത്തെ സ്ട്രീറ്റ് ഫുഡ് വിൽക്കുന്ന സ്ഥലമാണ് ബാങ്കോക്കിൽ. അപ്പോൾ അവിടെ ഈ ദുരിയാൻ ചക്കക്ക് ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ ദുരിയാനില്ലാത്ത ഒരു എക്സിബിഷൻ, ഒരു ഫ്രൂട്ട് സ്റ്റാളോ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഈ ദുരിയാൻ ഇത് നമ്മുടെ മാങ്ങയാണ്, തായ്ലൻഡിൻ്റെ നാംഡോക്കി മാങ്ങ ഗോൾഡാണ്. അതുപോലെ വേറെ ചക്ക ചുള എടുത്തിട്ട് പാക്ക് ചെയ്തിട്ട് വെച്ചതാണ്. പൈനാപ്പിൾ, ചക്ക ഒക്കെ കവറിലാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് റെഡിയാക്കിയിട്ട് വെച്ചതാണ്. ഇങ്ങനെയൊക്കെയാണ് അവിടുത്തെ സിസ്റ്റങ്ങൾ, അവിടുത്തെ സ്ട്രീറ്റിലെ തെരുവിലെ കച്ചവടങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മളെ അവിടെ വിദേശികൾ അത്രയും ഈ ചക്ക കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം അവിടെ വരുന്നുണ്ട്. ഈ ദുരിയാൻ്റെ അതിൻ്റെ ഒരു എല്ലാ ഫുഡുകളും, സലാഡുകളാണെങ്കിലും എല്ലാത്തിലും ദുരിയാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള സലാഡുകൾ കാര്യങ്ങളൊക്കെയാണ് അവിടെ കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാന വരുമാനം തന്നെയാണിത്, ഈ ഫ്രൂട്ട് ബിസിനസ്. ലോകത്തുള്ള എല്ലാ ഫ്രൂട്ട്സുകളും അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ നല്ല രീതിയിൽ പരിചരിക്കുന്നു. അപ്പം നമുക്കിതൊക്കെ പിൻപറ്റാവുന്നതാണ്. എല്ലാം ഇതേപോലെ വൃത്തിയാക്കിയിട്ടൊക്കെ നമ്മുടെ സ്ട്രീറ്റുകളിലൊക്കെ ഇതേപോലെ ആക്കിയാലും നമ്മളവിടെയും വിദേശികളെ നമുക്ക് ആകർഷിക്കാൻ പറ്റും. കാര്യമായിട്ട് ബനാന മാംഗോ ആണ് അവിടുത്തെ ഒരു പ്രധാന, നാംഡോക്കി ബനാന മാംഗോ, ഇതിലൊക്കെയാണ് അവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പേരക്ക, എല്ലാ സംഗതികളും ബനാന മാംഗോ ആണ് ഇരിക്കുന്നത്. ഇതൊക്കെ കഴിക്കാൻ, ഈ ചക്ക കഴിക്കാൻ വരുന്നവരാണ് കൂടുതലും. അതിൽ പ്രധാനമായിട്ടും വന്ധ്യതയൊക്കെ ഉള്ള ഒരു ചികിത്സ എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത്ത് കിട്ടാനൊക്കെയാണ് അപ്പോൾ അത് കാര്യമായിട്ട് ഉപയോഗിക്കുന്നത്. കൗണ്ടിങ് കൂട്ടാനൊക്കെ അതുകൊണ്ട് ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ വിദേശത്തു നിന്ന് ആളുകൾ വരും. അപ്പോൾ അവർക്ക് ഈ ഡ്രൈ ആയിട്ടും ചക്ക ഡ്രൈ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളവിടെ നാട്ടിൽ നമ്മൾ പൊരിച്ചിട്ടാണ് കൊടുക്കുക, പക്ഷെ അവിടെ അവർ ഡ്രൈ ആക്കിയിട്ടാണ് കൊടുക്കുന്നത്. അതാണ് ഒരു വ്യത്യാസമുള്ളത്.
എണ്ണ ഉപയോഗിക്കാതെ ഡ്രൈ ആക്കിയിട്ടാണ് അത് ഡ്രയറിലിട്ടിട്ട്. ഇതവിടുത്തെ കോക്കനറ്റാണ്, ഇളനീർ കച്ചവടമാണ്. ഇതൊക്കെയാണ് തായ്ലൻഡിലെ സ്ട്രീറ്റ് വിശേഷങ്ങൾ. അപ്പോൾ ഏകദേശം ദുരിയാനെ കുറിച്ച് എനിക്കറിയുന്നതും എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ പങ്കുവച്ചു. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ ഈ ദുരിയാൻ്റെ വിശേഷം എന്തായാലും നമ്മളവിടെ കായ്ച്ചിട്ട് ഒക്കെ ഇനി ചെയ്യേണ്ടത്. കാരണം ഇത് ഒന്നുമില്ലാത്തൊരു നിലയിലാണ് കിട്ടിയിട്ടുള്ളത്. പഴുത്തിട്ടുമില്ല, നല്ല കേട് വരുന്നുമുണ്ട്. അതിൻ്റെ യഥാർത്ഥ രുചി കിട്ടിയിട്ടില്ല ഇതുവരെ. പക്ഷേ എങ്കിലും ഉള്ള 1-2 ഭാഗത്തു നിന്ന് കിട്ടിയ ചുളകൾ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല, കഴിക്കാനൊക്കെ പറ്റുന്നുണ്ട്. പക്ഷേ അവിടെ നമ്മൾ ദുബായിൽ വരുന്നത് ഭയങ്കര സംഭവമായിരുന്നു. ഇതിൻ്റെയൊക്കെ ഒരു 3 ഇരട്ടി 4 ഇരട്ടി സ്മെല്ലാണ്, ഭയങ്കര സ്മെല്ലും. അത് സാധാരണ ഒരു കഴിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് ഇതിൽ ഒരുപാട് വെറൈറ്റികളുണ്ടാവും. ആ വെറൈറ്റിയിൽ ചെറിയ മാറ്റങ്ങൾ വന്നതായിരിക്കാം ഈ ഊട്ടിയിട്ടത്. ശരിക്കും ഊട്ടിയല്ല, ഊട്ടിയിൽ പുറത്തുനിന്ന് വന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കർണാടകയിൽ നിന്ന് അവിടുന്ന് വന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വെറൈറ്റി, ഈ ഒരു ഇനം കുഴപ്പമില്ല, നമുക്ക് ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്. അബ്ദുൾ റസാഖ് തിരൂർ.